ഇത് എണീറ്റു. ഇന്നലെ വന്നിട്ട് 11:30 വന്നിട്ട് കിടന്നപ്പോൾ ഇത് എണീറ്റു. ബാത്റൂമിൽ പോയിട്ട് വരാം കേട്ടോ. ഇന്നത്തെ ഫുൾ വീഡിയോ. പല്ല് തേച്ചിട്ട് വന്നൊന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ കുളിച്ചാണ് ചായ കുടിക്കുന്നത്. കുളിച്ചിട്ട് അപ്പോൾ ഭയങ്കര തണുപ്പല്ലേ, ഇത്തിരി വെള്ളം ചൂടാക്കട്ടെ കുളിക്കാനായിട്ട്. എന്നാൽ മുറ്റം അടിക്കട്ടെ. മുറ്റമുണ്ട്, കുറേ ഉണ്ട്. കുളിക്കാൻ പോവുകയാണ്. ചുടുവെള്ളമായി. അതാ ബാത്റൂം ഉണ്ട്, അത് ബാത്റൂം. അപ്പോൾ കുളിച്ചിട്ട് വരാം.
നമുക്കൊന്ന് ചായ വെച്ചാലോ? എനിക്ക് പല്ല് തേച്ചതും ചായ കുടിക്കണം, അല്ലെങ്കിൽ ഒരു വയറ് മറിയലാണ്. നമുക്കൊന്ന് ചായ വയ്ക്കാം അല്ലേ? ചായ വയ്ക്കട്ടെ കേട്ടോ. ചായ വെച്ച് പാല്. ഇപ്പം ശരി. കുട്ടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോവല്ലേ, അപ്പോൾ അവർക്ക് ദാഹമൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ കുട്ടികൾക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചായ കുടിക്കാം. ഓ, ചായയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചട്ടിയില്ല, 2 ചട്ടി വാങ്ങണം. നല്ല രസമില്ല, ഇത് പോയി എന്ന് വിചാരിച്ചതാണ്. പുല്ലുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെടി എന്ന് പറഞ്ഞാൽ. എന്താ റോസൊക്കെ വിട്ടിട്ട് ഇതാ പൂക്കളൊക്കെ മുട്ടൊക്കെ വന്നു. എന്താ പൂവൊക്കെ. ഈ ജമന്തി പോയി, ഈ പിള്ളേർ കേടിയെടുത്ത് കളഞ്ഞു. ഇതാ ഇതിൽ 3 പൂവുണ്ടായിരുന്നു ഈ ചെടിയിൽ. കൊണ്ടുവരുമ്പോൾ അത് പോയി. ഒന്ന് മരുന്ന് മേടിച്ചിട്ട് വരണം, എന്നിട്ടൊന്ന് കൊത്തി ഇളച്ചിട്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ചായ കുടിക്കുക. ചായക്കട തട്ടുകട നടത്തുന്ന കാരണം നമ്മുടെ ഭക്ഷണം അതിലങ്ങ് പോവും. അതുകൊണ്ട് ഈ മണി പ്ലാന്റ് വെക്കാനൊരു ചെടി പാത്രമില്ല, ഉണ്ട് തൊങ്ങാൻ തുടങ്ങി വളർന്നിട്ട്. ശരിയാക്കണതിന് ഉണ്ടോ? ഇപ്പം ഒന്ന് പോയിട്ട് വളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് വരണം. ഇതിന് നല്ല പൂക്കളൊക്കെ വരാനായിട്ട് നിറയെ മുട്ടൊക്കെ ഇടുന്നുണ്ടേ. വീട്ടിൽ തറവാട്ടിൽ നിറയെ ചെടികളായിരുന്നു. ഒക്കെ പഴയ കാലം. ആ തറവാട് ഓർമ്മയായി മാറി. ആലോചിക്കുമ്പോഴൊക്കെ സങ്കടം വരിക. എന്താ ചെയ്യുക? വരാവേ. തല കണ്ട നിറയെ മുടിയാണ്. കണ്ട ഏച്ചു വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ എല്ലാവരും കുളിപ്പിച്ചു. ശനിയാഴ്ച ആയതുകൊണ്ടല്ല കേട്ടോ, പിള്ളേരൊക്കെ തണുത്തിട്ടേ കുളിക്കാറില്ല. മേലൊക്കെ കഴുകാൻ തല നനയ്ക്കാറില്ല. അതിൻ്റെ തല നനച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ഒന്ന് തലയൊക്കെ ഒന്ന് നനപ്പിച്ചു. കുറച്ച് തുണി അലക്കാനുണ്ട്, തുണി അലക്കട്ടെ പോയിട്ട്. ജാസിൻ്റെ അവിടെ മുറിച്ച് കളഞ്ഞിട്ട് പോലും കൂടെ ഇരിക്കുന്ന ആ ചെക്കൻ കൂടില്ല. വേറെ ഒരു മനുഷ്യൻ കൂടില്ല. ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അതായത് ആണ് പോയിട്ട് പെണ്ണായതാണ്. ഒരു മനുഷ്യനില്ല അടുത്ത്. ഇപ്പം മാത്രം കണ്ട് ഞാൻ കളഞ്ഞു. എന്നിട്ട് ഇപ്പം ഇങ്ങനെ അയ്യോ എല്ലാവരും പറഞ്ഞു ഞാൻ പെണ്ണ് ആണ് പോയി പെണ്ണാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പീത്തിയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. എനിക്ക് പ്രസവം നിർത്തിയതിന് തന്നെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊക്കെ. ഇന്ന് കെട്ടിയവൻ നന്നല്ല, അന്നൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവനുണ്ടായിരുന്നു, എൻ്റെ പിള്ളേരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ഇവൻ്റെ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അടുത്തില്ല എന്നുള്ളതാണ്. ആ തെണ്ടി കൂടെ കിടക്കണവനില്ലേ, ആ തെണ്ടി പോലും അടുത്തില്ല. അവർക്ക് ചിലപ്പോൾ ക്യാമറ പിടിക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ അടുത്തില്ലാത്തത്. ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോഴും ഇങ്ങനൊരു സിസേറിയൻ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അവൻ എന്തോ ഓപ്പറേഷത്തിന് പോയത്, അവൻ്റെ മുമ്പ് ഓപ്പറേഷൻ, അതിന് മുമ്പറൊക്കെ ഉണ്ട് അവന് പെണ്ണുങ്ങളെ പോലെ. എൻ്റെ ഒറ്റ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടെ ഇരിക്കുന്ന ഒരു ചെക്കനില്ലേ, ഒരു കൊളിച്ചിപ്പെട്ടി ടിക്കിടിക്കിടിക്ക് പറഞ്ഞിട്ട് അവൻ്റെ ഉമ്മൻ്റെ അടുത്തും കൂടെ ഈ ചെക്കൻ പോയിട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് നന്നായിട്ട് ജീവിച്ചൂടെ. എന്തിനാ ഇതിങ്ങനെ വേഷപ്പെട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മൊത്തം ചീത്ത പേര് കേട്ടിട്ട് ഈ ജീവിതം മുന്നോട്ട് പോകാൻ വലിയ പാടല്ലേ. എല്ലാവരും കുറ്റം പറയല്ലേ, എന്തിനാ ഈ ചെക്കത് കാട്ടിയിട്ട് നടക്കണം. അപ്പോൾ ശരി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുൾ വീഡിയോ ഇട്ടുണ്ട്, നാളെ അതിടാം.
ഇതാ കട കഴിഞ്ഞ് വന്നു കിടക്കാൻ പോവുകയാണ്. ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി കൈകാലൊക്കെ കഴുകി ഇതാ ഉറങ്ങാൻ പോവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇതാ കടയിലേക്ക് വന്നേ. കുറച്ച് ആൾക്കാർ വന്നു, കച്ചവടം കുറച്ചായി. പിള്ളേരൊക്കെ തണുത്തിട്ട് ഷോട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നല്ല രസമില്ല ഇവിടെയൊക്കെ എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നത് ഞാൻ കാണിച്ചു. നേരം വെളുക്കും ഇടാം കേട്ടോ എല്ലാം കൂടെ. ഇത് അടുത്ത് മറ്റേ ഡ്രൈ ക്ലീനിങ് കടയാണ് കണ്ടോ. സുഖം. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചില്ല കേട്ടോ. കുറച്ച് കടയിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് ബിരിയാണി നിന്നിട്ട് വന്നു. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് ഇന്ന് കടയിലായിരുന്നു കേട്ടോ.